ഓപ്പറേഷൻ വിവരൻ, ഓപ്പറേഷൻ തൂഫാൻ, ഓപ്പറേഷൻ കുബേര പോലെ ഇത്തരം ഒരു സംഗതി കൂടി സർക്കാർ തുടങ്ങണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഓപ്പറേഷൻ വിവരാൻ എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. എൻ്റെ പേര് റിയാസ് എന്നാണ്. ഈ ഓപ്പറേഷൻ വിവരാൻ എന്നിട്ടത് ഞാനൊരു പേരിട്ടെന്നേ ഉള്ളൂ. സർക്കാരിന് ഏത് പേര് വേണമെങ്കിലും സ്വീകരിക്കാം. വിവരാവകാശ പ്രവർത്തകരെന്ന് പറഞ്ഞ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരാതികൾ കൊടുത്ത് ആളുകളുടെ നിന്ന് പണം വാങ്ങുന്ന, അതായത് കറക്റ്റായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, അതല്ലാതെ പണം വാങ്ങുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. വർഷങ്ങളായിട്ടാണ് ചെയ്യുന്നത്. 14 വർഷമായിട്ട് ഞാൻ തന്നെ ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ സ്ഥാപനത്തിനെതിരെ ഒന്നെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ, അതല്ലെങ്കിൽ വില്ലേജിൽ, അതല്ലെങ്കിൽ KSEBയിൽ, അതല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും നാഷണൽ ഹൈവേയിൽ ഇങ്ങനെ പരാതി കൊടുത്തിട്ട് അയാൾ എൻ്റെ അടുക്കൽ നിന്ന് പണമാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അയാൾ 10 ലക്ഷം രൂപ കൊടുത്താൽ എനിക്കെതിരുള്ള ഒരൊറ്റ പരാതിയും പ്രൊസീഡ് ചെയ്യത്തില്ലെന്ന് പറയുന്ന വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, ഇതിനെതിരെ നിങ്ങൾ എന്തുകൊണ്ട് നിയമപരമായിട്ട് മൂവ് ചെയ്തില്ല? ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. ചെറുതല പോലീസ് സ്റ്റേഷനിൽ പരാതി വന്നിട്ട് എന്താ പോലീസ് ചെയ്തത്? അയാളുടെ ഇത് ചോദിച്ചു എന്ന് പറഞ്ഞ് എഴുതി വാങ്ങിച്ച് അയാളെ വിട്ടു. അപ്പം അതിൻ്റെ പിന്നിൽ അയാളെ സഹായിക്കാനുള്ള ആൾക്കാരുണ്ടെന്നാണ് വെപ്പ്. കാരണം എനിക്ക് അയാൾ വ്യക്തമായിട്ട് അറിയത്തില്ലെങ്കിലും, പക്ഷേ എന്തെങ്കിലും അയാളെ സപ്പോർട്ട് ചെയ്യാതെ ഈ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ചെയ്യില്ല. ഞാൻ വീണ്ടും ചെന്നു. ആ CA എൻ്റെ അടുക്കൽ പറഞ്ഞു, ഇനി നേരെ നിങ്ങൾ വരരുത്, അയാൾക്ക് ഞാൻ എഴുതി പിടിച്ചു വിട്ടിട്ടുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പുള്ളിയെ ചോദിച്ചു, സാറേ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ആൾക്കാരാണെങ്കിൽ അത് നിയമ നടപടി സ്വീകരിക്കണ്ടേ? അതും പറ്റില്ല എന്ന് പറഞ്ഞു. ഇതുപോലെ കേരളത്തിൽ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ്സുകാരാണ് ഇത് മുഴുവൻ ഫേസ് ചെയ്യുന്നത് തന്നെ. എനിക്ക് തോന്നുന്നു 99% ഫേസ് ചെയ്യുന്നതും ബിസിനസ്സുകാർ തന്നെയാണ്. ഇത്തരം ആൾക്കാരെ കണ്ടുപിടിച്ച് അവരെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് കേസ് ഫയൽ ചെയ്ത് ആ കേസ് അന്വേഷണം നടത്തി ഇവർക്ക് വേണ്ട ശിക്ഷ വാങ്ങി കൊടുത്തില്ലെങ്കിൽ കേരളത്തിൽ വികസനം തന്നെ മുരടിച്ചു പോകും. പല സ്ഥലങ്ങളിലും ചേർത്തല പോലെ സ്ഥലങ്ങളിൽ ആളുകൾക്ക് ബിൽഡിംഗ് ചെയ്യാൻ പേടിയാണ്. ഈ ചേർത്തല മാത്രമല്ല, ആലപ്പുഴയിലുണ്ട്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് പേരിങ്ങനെ ഉണ്ട്. ചിലർ പണം കൊടുത്ത് സെറ്റിൽ ചെയ്യും, ചിലർ പണം കൊടുക്കാതെ സെറ്റിൽ ചെയ്യും. പണം കൊടുക്കുന്നവർ ചിലപ്പോൾ എന്ത് ചെയ്യും, അതിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യും. നമ്മളൊരു ഇഷ്ടിക പോലും എടുത്തു വെക്കാതെയാണ് അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് നിർമ്മിക്കുകയോ ഏതെങ്കിലും ഒരു നിർമ്മാണം നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല നമുക്കെതിരെ പരാതി കൊടുക്കുന്നത്. ഇനി 14 വർഷമായിട്ട് എനിക്കെതിരെ കൊടുത്തിരിക്കുന്ന പരാതികളുടെ ഒരു ചെറിയ ലിസ്റ്റ് ഞാൻ തരാം. എൻ്റെ കടയുടെ തിണ്ണ സ്റ്റെപ്പ് ഉള്ളത് പൊടിച്ചിട്ട് ചരിവാക്കി. അന്നേരം എന്ത് ചെയ്തു? നാഷണൽ ഹൈവേ കൊണ്ട് പരാതി കൊടുത്തു. അതിൻ്റെ പുറകിൽ 2-2.5 മാസമാണ് ഞാൻ നടന്നത്. ആ പരാതിയുടെ പിന്നിൽ തന്നെ വേറൊരു കാര്യം കൂടി ചെയ്തു. ഞാൻ ഒപ്പിട്ട ഒപ്പല്ല, എൻ്റെ ഒപ്പല്ലെന്നും പറഞ്ഞ് അതിനവിടെ പരാതി കൊടുത്തു. അതൊരെണ്ണം. പിന്നെ അത് കൂടാതെ എൻ്റെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ കൂടി ഒരു KSEB ലൈൻ പോകുന്നുണ്ട്. അത് ആ ബിൽഡിംഗ് ലൈൻ പോകുന്നതുകൊണ്ട് എൻ്റെ ബിൽഡിംഗ് പൊളിക്കണം. പിന്നെ അതേപോലെ തന്നെ ലൈൻ, കറണ്ട് ഇല്ലാത്ത ലൈനുണ്ട് ഒരു സ്ഥലത്ത്, അതിന് അകൽച്ച ഇല്ല. ഇങ്ങനെ 100, അതായത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. പിന്നെ എൻ്റെ ചെറിയ കടകളുണ്ട്, അതായത് ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്ന ചെറിയ കടക്കാരുണ്ട്. അതായത് അവരുടെ നിത്യവൃത്തി അതിൽ നിന്നാണ് ജീവിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിലോട്ടൊരു ചാർത്ത് പോലും ഇടും. സാധാരണ എല്ലാ കടകളിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാം എനിക്കൊന്ന് ഇന്ത്യയിലൊക്കെ ഉണ്ടാവും. അവരുടെ കടയുടെ ഫ്രണ്ടിൽ ഒരു ചാർത്ത് ചെറുതായിട്ട് ഇങ്ങനെ മഴ കൊള്ളാതിരിക്കാനും വെയിൽ കൊള്ളാതിരിക്കാനും ഇടും. ഒരുപാട് പേര് വെയിൽ കൊള്ളാതിരിക്കാനും മഴ കൊള്ളാതിരിക്കാനും അവിടെ കയറി നിൽക്കും. നമ്മളാരും തടസ്സപ്പെടുന്നില്ല, ഓപ്പണായി കിടക്കുന്നതാണ്. ആ ചാർത്ത് ചെയ്തതിന് എൻ്റെ ഒരു കടക്കെതിരെ ഇയാൾ പരാതി കൊടുത്തിട്ട് മുനിസിപ്പാലിറ്റി നടപടി സ്വീകരിക്കാൻ വന്നിട്ടുണ്ട്. ഇനി ഈ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞപ്പം ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതിനകത്തും ഇയാളെ സഹായിക്കാൻ ആൾക്കാർ ഒരു ചെറിയൊരു ശതമാനമെങ്കിലും ഉണ്ട്. അവിടെയാണ് ഇയാളുടെ വിജയം. ഇയാൾ 10 ലക്ഷം രൂപ ചോദിച്ചത് ചുമ്മാ ആണെന്ന് വെറുതെ അയാൾ ചോദിച്ച് വെറുതെ ഞാൻ പറയുകയാണെന്നൊന്നും വിചാരിക്കരുത്. ഒരു വീഡിയോ കണ്ടു നോക്ക്. ഞാനും അയാളും കൂടി ഇരുന്ന് സംസാരിക്കുന്നു. ഞാൻ ചുമ്മാ സംസാരിച്ചതല്ല. ചേർത്തലയിലെ വളരെ പ്രധാനപ്പെട്ട സീറ്റിലിരിക്കുന്ന ഒരാളുടെ ഞാൻ കാര്യം പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, റിയാസ് നിങ്ങളൊന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞിരുത്തിയിട്ട് അയാൾ എൻ്റെ അടുത്തിരിപ്പുണ്ട്. നമ്മുടെ അടുത്തിരിപ്പുണ്ട്. ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഈ വീഡിയോയുടെ മുഴുവൻ വീഡിയോ അടുത്തത് ഞാൻ പബ്ലിസിറ്റി. അപ്പോൾ ഇയാൾ ഇല്ലെന്നും അല്ലെന്നും ഒന്നും പറയാൻ പറ്റില്ല. ഇങ്ങനൊരു വീഡിയോ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ സ്ഥലത്തും ഇത് സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. കേരളത്തിൽ എന്നെ പോലെ വിഷമിക്കുകയും ഒരുപാട് വർഷങ്ങളായിട്ട് വേദന അനുഭവിക്കുന്ന എത്ര പേരുണ്ട്. പിന്നെ ഇയാളെപ്പോലെ ഇയാൾ വളരെ സുന്ദരനും വളരെ ഒടുങ്ങി ചെട്ടി വലിയൊരു ബാറിൽ പോയി ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് വൈകുന്നേരമായ മുന്തിയ ലിക്വറൊക്കെ അടിച്ചിട്ടാണ് ഇയാൾ നടക്കുന്നത്. എവിടുന്ന് ഈ പണം? പിന്നെ ഇയാൾക്ക് ജോലിയില്ല, 10-20 വർഷമായിട്ട് ഇയാൾ ഒരു ജോലിയും ചെയ്യുന്നില്ല. പക്ഷെ എങ്ങനെ ഇയാൾക്ക് ഈ പണം കിട്ടുന്നു, കുടുംബം നോക്കുന്നു, ഒരു പിടുത്തമില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് ചോദിക്കാൻ, ഇയാളൊക്കെ ഇതിനകത്തുനിന്ന് ധാരാളം പൈസ ആളുകളിലേക്ക് നിന്ന് വാങ്ങുന്നത് തന്നെയാണ്. ശരിക്കും പറയണമെങ്കിൽ ഒന്നുകിൽ അഴിമതി ഉണ്ടാവും, അവിടുന്ന് വാങ്ങും, അതല്ലെങ്കിൽ ആളുകളെ ഭീഷണിപ്പെടുത്തി വാങ്ങും. ഇതിൻ്റെ ഒരുപാട് രേഖ ചേർത്തലയിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്. എനിക്കും തരാൻ പറ്റും. അതേപോലെ തന്നെ എനിക്കുള്ള ഏറ്റവും വലിയ റിക്വസ്റ്റ് എന്ന് പറയുന്നത്,
ഇതുപോലുള്ള ആളുകളെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു പേരിടുക. ഞാനൊരു പേര് ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ, ഓപ്പറേഷൻ വിവറാൻ. നിങ്ങൾ ഏതെങ്കിലും ഒരു പേരിട്ടിട്ട് ഇത്തരക്കാരെ മുഴുവൻ പേരെയും തീർച്ചയായിട്ടും ഈ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച് അവർക്ക് അതിനുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഇത് എൻ്റെ മാത്രമല്ല, ഇതുപോലെ വേദന അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവരെല്ലാവരും എൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ മുഖ്യമന്ത്രിയിടയ്ക്കലും അതേപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയിടയ്ക്കലും എത്തുന്നത് വരെ നിങ്ങൾ ഷെയർ ചെയ്യണം. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ഇങ്ങനെയുള്ള പരാതിക്കാരെ കൊണ്ട് പൊറുതിമുട്ടിയ ആൾക്കാരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇവിടെ വെച്ച് തീരുന്നില്ല. ഇവർക്കെതിരെ നടപടി സ്വീകരിച്ച് ഇവർക്കെല്ലാം നിയമത്തിൻ്റെ മുന്നിലുള്ള ശിക്ഷകൾ കൊടുത്ത് ജനങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് നടക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആകുന്നത് വരെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനുള്ള സാധനങ്ങൾ ചെയ്യും. കാരണം ഈ നാട്ടിലെ ഗുണ്ടകളെ നമുക്ക് പേടിക്കാം, എന്നിട്ട് അതിനുള്ള നടപടി നമുക്ക് പോലീസിനെ കൊണ്ടിരിപ്പിക്കാം. പക്ഷേ ഒളിഞ്ഞും മറിഞ്ഞും നിന്ന് നിയമത്തിൻ്റെ വഴി കയ്യിലെടുത്തുകൊണ്ട് നിയമം ഞാനാണ് കൈകാര്യം ചെയ്യുന്നത്, ഞാനാണ് മുഖ്യമന്ത്രി, അല്ലെ ഞാനാണ് ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ അധികാരി, അല്ലെ ഞാനാണ് ഈ നാട്ടിലെ ആളെന്ന് പറഞ്ഞ് നടക്കുന്നവന്മാരെ പൂട്ടണം.